സ്വാഗതം സ്പീഡ് ന്യൂസിലേക്ക്. ആം ആദ്മിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കരുത്ത് പകരാൻ അരവിന്ദ് കെജ്രിവാൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് വാർത്താ സമ്മേളനം, വൈകിട്ട് സൗത്ത് ദില്ലിയിൽ റോഡ് ഷോ. നാലാംഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. വിധിയെഴുതുന്നത് 96 മണ്ഡലങ്ങൾ. ആന്ധ്രാപ്രദേശിലെ 175 നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പും തിങ്കളാഴ്ച. യാത്രാക്ലേശം പരിഹരിക്കാനാകാതെ എയർ ഇന്ത്യ എക്സ്പ്രസ്. ഇന്നും വിവിധ സർവീസുകൾ മുടങ്ങി. കരിപ്പൂരിൽ നിന്നും മാത്രം 6 സർവീസുകൾ റദ്ദാക്കി. കണ്ണൂരിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ നിന്നും 2 വീതം വിമാനങ്ങളും റദ്ദാക്കി. കോഴിക്കോട് കോൺഗ്രസിൽ അച്ചടക്ക നടപടി. KPCC അംഗം KV സുബ്രഹ്മണ്യനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. നടപടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരെ പ്രവർത്തിച്ചെന്ന പരാതിയിൽ. സംസ്ഥാനത്ത് ചൂടിന് താൽക്കാലിക ആശ്വാസം. തിങ്കളാഴ്ച വരെ വിവിധ ജില്ലകളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. മേയർ ആര്യ രാജേന്ദ്രനെ അധിക്ഷേപിച്ച ഡ്രൈവർ യദുവിന്റെ മൊഴി വിശദമായി പരിശോധിക്കും. മെമ്മറി കാർഡ് കാണാതായ കേസിൽ യദുവിന്റെ മൊഴികളിൽ വൈരുദ്ധ്യം. കണ്ടക്ടറുടെയും സ്റ്റേഷൻ മാസ്റ്ററുടെയും മൊഴികൾ തൃപ്തികരമെന്നും പോലീസ്. വിപ്ലവ കേരളത്തിന്റെ അമ്മ KR ഗൗരിയമ്മ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 3 വർഷം. ഗൗരിയമ്മയില്ലാത്ത ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത്. സംഘപരിവാർ ആശയങ്ങൾ NIT സിലബസിലും ഉൾപ്പെടുത്തി പുതിയ സർക്കുലർ. സംഘപരിവാർ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾക്ക് മേൽ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്നത്. ടാറ്റ IPLന്റെ ആവേശം കാണികളിൽ എത്തിക്കാൻ പാലക്കാട് വേദി. IPL ഫാൻ പാർക്ക് സജ്ജമാക്കി ബിഗ് സ്ക്രീൻ വഴിയാണ് മത്സരങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. ഡിജിറ്റൽ വാലറ്റ് സേവനമായ ഗൂഗിൾ വാലറ്റിന്റെ സേവനം പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങി കൊച്ചി മെട്രോ. ഗൂഗിൾ വാലറ്റിൽ ഇനി മെട്രോയുടെ ടിക്കറ്റും യാത്രാപാസും സൂക്ഷിക്കാം. കാഴ്ചക്കാർക്ക് വർണ്ണവസന്തം തീർത്ത മുട്ടുകാട് പാടശേഖരം. നെൽകൃഷിക്ക് പകരമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത സൂര്യകാന്തി കൃഷിയാണ് നയന മനോഹര കാഴ്ചയൊരുക്കുന്നത്. ഹൈറേഞ്ചിലേക്ക് എത്തുന്ന നിരവധി സഞ്ചാരികളാണ് സൂര്യകാന്തി പാടം കാണാനെത്തുന്നത്. നാട്ടുമാവുകളെ തിരികെ കൊണ്ടുവരികയാണ് മലപ്പുറം കോട്ടപ്പുറത്തുകാൾ. പുളിക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കോട്ടപ്പുറത്തെ ഫാർമേഴ്സ് സർവീസ് സെന്റർ അഗ്രി ഫാമിൽ വിപുലമായ മാമ്പഴമേളയും തൈകളുടെ വിതരണവും സംഘടിപ്പിച്ചു. മലപ്പുറം വളാഞ്ചേരി എടയൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം 2 കുട്ടികളടക്കം 5 പേർക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ഇവർ വളാഞ്ചേരി നടാവിൽ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ. കുടിവെള്ളത്തിനായി മലപ്പുറം കൊണ്ടോട്ടി നഗരസഭയിലേക്ക് മാർച്ച്. 60 വർഷമായി സ്ഥിരമായി കുടിവെള്ളം എത്തുന്നത് കാത്തിരിക്കുകയാണ്. മൂച്ചിക്കുന്ന പട്ടികജാതി കോളനി നിവാസികളാണ് മാർച്ച് നടത്തിയത്. കോഴിക്കോട് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതിൽ ദുരൂഹത. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ പ്രശ്നപരിഹാരത്തിന് തയ്യാറായിട്ടും പരിഗണിക്കാത്തത് കമ്പനിക്ക് നേരെയുള്ള അഴിമതി അന്വേഷണം തടയാനുള്ള നീക്കമെന്ന തൊഴിലാളി സംഘടനകളുടെ ആരോപണം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ KSRTC ഡ്രൈവർ അധിക്ഷേപിച്ച സംഭവത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച 3 പേരെയും വിട്ടയച്ചു. ഡ്രൈവർ യദു, കണ്ടക്ടർ സുബിൻ, സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവ് എന്നിവരെയാണ് വിട്ടയച്ചത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ദുരൂഹ സാഹചര്യത്തിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച ബന്ധുക്കൾ. മായ മുരളിക്ക് സുഹൃത്ത് രഞ്ജിത്തിൽ നിന്ന് മർദ്ദനമേറ്റിരുന്നതായി ബന്ധുക്കൾ.
ആലുവ അദ്വൈതാശ്രമത്തിൽ പെരുമ്പാമ്പിനെ കണ്ട അന്തേവാസികൾ ഞെട്ടി. ഏതാനും മണിക്കൂറുകൾ മുൾമുനയിൽ നിർത്തിയ പാമ്പിനെ ഒടുവിൽ വനംവകുപ്പിന്റെ സഹായത്തോടെ പിടികൂടി. ഇഡിയുടെ ജയിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ശിവസേന ഷിൻഡെ പക്ഷത്തേക്ക് കൂറുമാറിയതെന്ന മുംബൈയിലെ ലോക്സഭാ സ്ഥാനാർത്ഥി രവീന്ദ്ര വൈക്കർ. ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിൽ ചേരുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ലെന്നും വൈക്കർ. നിയന്ത്രണം വിട്ട ബൈക്ക് തെങ്ങിൻ കുറ്റിയിലും വീടിന്റെ ചുമരിലും ഇടിച്ച ബൈക്ക് യാത്രികൻ മരിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി എറണാകുളം ചെല്ലാനം സ്വദേശി MS അനുരൂപാണ് മരിച്ചത്. വടകര ദേശീയപാത കൈനാട്ടിയിൽ 3 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. 6 പേർക്ക് പരിക്ക്. കൈനാട്ടി ജംഗ്ഷന് സമീപമാണ് അപകടം നടന്നത്. വടകര ഭാഗത്ത് നിന്ന് വന്ന ഗുഡ്സ് ഓട്ടോ കൈനാട്ടി ഭാഗത്ത് നിന്ന് വരികയായിരുന്ന ഓട്ടോയിലും ഇരുചക്ര വാഹനങ്ങളിലും ഇടിക്കുകയായിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ നേതൃത്വത്തിൽ സംശ്രയ എന്ന പേരിൽ ദ്വിദിന സുരക്ഷാ കോൺക്ലേവ് സംഘടിപ്പിച്ചു. ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണ അറ്റകുറ്റ മേഖലയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു കോൺക്ലേവ്. തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം സെക്രട്ടറി TK രാമചന്ദ്രൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ഈ മാസം 15, 18 തീയതികളിൽ സ്കൂൾ വാഹനങ്ങളുടെ പ്രീ മൺസൂൺ പരിശോധന കാക്കനാട് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ നടത്തും. എറണാകുളം RTO പരിധിയുടെ എല്ലാ സ്കൂൾ ബസ് വാഹനങ്ങളും നിർബന്ധമായും പരിശോധനയ്ക്ക് ഹാജരാക്കാൻ നിർദ്ദേശം. തൃശൂർ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്ന സമ്മർ വോളിബോൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. ജൂനിയർ ഇന്ത്യൻ വോളിബോൾ കോച്ച് ബിജോയ് ബാബു സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം 150 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. പോക്സോ കേസ് പ്രതിക്ക് 55 വർഷം കഠിന തടവും 1,40,40,000 രൂപ പിഴയും വിധിച്ചു. കോട്ടയം മുണ്ടൂർ ഭാഗത്ത് വട്ടമറ്റം ചിറയിൽ വീട്ടിൽ പാസ്റ്റർ മണിയെയാണ് മൂവാറ്റുപുഴ പോക്സോ കോടതി ജഡ്ജി PV അനീഷ് കുമാർ ശിക്ഷിച്ചത്. കുട്ടമ്പുഴ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസിന്മേലാണ് ശിക്ഷ. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ കീഴിലുള്ള കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനവും ഭാവിയിലെ കാർഷിക ഉപജീവനവും എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് കുമരംപുത്തൂർ കുരുത്തിച്ചാലിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മരിച്ചു. വളാഞ്ചേരി സ്വദേശി തോട്ടത്തിൽ ജേക്കബിന്റെ മകൻ രോഹനാണ് മരിച്ചത്. സുഹൃത്തിനൊപ്പമാണ് രോഹൻ കുരുത്തിച്ചാലിൽ എത്തിയത്. ഇരുവരും കുളിക്കുന്നതിനിടയിൽ രോഹൻ കയത്തിലേർപ്പെടുകയായിരുന്നു. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിൽ പ്രവർത്തകർ പാലക്കാട് നഗരത്തിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. യോഗത്തിൽ ആം ആദ്മി പാർട്ടി ജില്ലാ അധ്യക്ഷൻ T വേണുഗോപാൽ, സെക്രട്ടറി വിനോദ് ലാൽ ആര്യച്ചാലിൽ, ട്രഷറർ അനൂപ് തുടങ്ങി നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. വിവിധ പുരസ്കാരങ്ങൾ ലഭിച്ച NCC കേഡറ്റുകളെ 24 കേരള ബറ്റാലിയൻ NCCയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. തൃശൂർ കുട്ടനെല്ലൂരിലെ NCC കോംപ്ലക്സിൽ നടന്ന ചടങ്ങ് കമാൻഡർ സൈമൺ മത്തായി ഉദ്ഘാടനം ചെയ്തു. 24 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ RL മനോജ് അധ്യക്ഷത വഹിച്ചു. സ്ത്രീകളെ അഭിസംബോധന ചെയ്യാൻ സ്വീറ്റി, ബേബി തുടങ്ങിയ പരാമർശങ്ങൾ നടത്തുന്നതിൽ എല്ലായ്പ്പോഴും ലൈംഗിക മാനം കാണാൻ കഴിയില്ലെന്ന് കൽക്കട്ട ഹൈക്കോടതി. സ്വീറ്റി, ബേബി എന്നീ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ ലൈംഗികമായി അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കോസ്റ്റ് ഗാർഡിലെ ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയിലാണ് തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിച്ചാൽ പകുതി പൈസയ്ക്ക് തിയേറ്ററിൽ നിന്ന് സിനിമ കാണാൻ അവസരം. തെരഞ്ഞെടുപ്പിൽ പട്നയിൽ വോട്ടിംഗ് ശതമാനം ഉയർത്തുക ലക്ഷ്യമിട്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി.
ലിവിൻ പങ്കാളിയുമായുള്ള ബന്ധം നിലനിർത്തുന്നതിനായി പരോൾ അനുവദിക്കാൻ കഴിയില്ലെന്ന ദില്ലി ഹൈക്കോടതി. ജീവിത പങ്കാളി എന്ന നിലയിൽ നിയമപരമായ അംഗീകാരമില്ലാത്തയാളെ കുടുംബാംഗം എന്ന രീതിയിൽ പരിഗണിക്കാനാകില്ലെന്നും കോടതി. പല യൂട്യൂബ് ചാനലുകളും വരിക്കാരെ കൂട്ടാൻ വേണ്ടി മനഃപൂർവ്വം മറ്റുള്ളവർക്ക് അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നുണ്ടെന്ന മദ്രാസ് ഹൈക്കോടതി. ഇത്തരം ചാനലുകൾ സമൂഹത്തിന് ശല്യമാണെന്ന് ജസ്റ്റിസ് കെ കുമരേഷ് ബാബു പറഞ്ഞു. വയസ്സുകാരിക്ക് തെരുവുനായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിന് പിന്നാലെ തെരുവുനായകൾക്ക് ഭക്ഷണം നൽകിയിരുന്ന ദമ്പതികളെ ആക്രമിച്ച നാട്ടുകാർ. നോയിഡയിലാണ് സംഭവം. പാനോയാസിസ് റെസിഡൻഷ്യൽ സൊസൈറ്റിയിലാണ് സംഭവമുണ്ടായത്. ബെല്ലാരി ജിൻഡാൽ ഫാക്ടറിയിലെ കുഴിയിൽ വീണ 3 തൊഴിലാളികൾ മരിച്ചു. ഭൂബനഹള്ളി സ്വദേശി ജഡേപ്പ, ബാംഗ്ലൂർ സ്വദേശി സുശാന്ത, ചെന്നൈ സ്വദേശി മഹാദേവൻ എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് മരണം. US ക്യാമ്പസുകളിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ കടുത്ത വിമർശനവുമായി മുൻ US സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഹിലരി ക്ലിന്റൺ. ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട രാജ്യത്തുടനീളമുള്ള ക്യാമ്പസ് പ്രതിഷേധങ്ങൾ അനാവശ്യമെന്ന ഹിലരി. മാലദ്വീപിൽ നിന്ന് എല്ലാ സൈനികരെയും ഇന്ത്യ പിൻവലിച്ചതായി മാലദ്വീപ് പ്രസിഡൻഷ്യൽ ഓഫീസ് വക്താവ്. പ്രസിഡന്റ് മുഹമ്മദ് മുയൂസി നിശ്ചയിച്ച തീയതിക്ക് മുന്നോടിയായാണ് പിന്മാറ്റം. ഇന്നലെയായിരുന്നു പിന്മാറാനുള്ള അവസാന തീയതി. നായകളെ ചായമടിച്ച് പാണ്ടകളാക്കി സന്ദർശകരെ കബളിപ്പിക്കാൻ ചൈനീസ് മൃഗശാല. ചൈനയിലെ തായ്ജു നഗരത്തിലെ മൃഗശാലയിൽ മെയ് 1-നാണ് സംഭവം. പുതിയ പ്രദർശനമെന്ന മൃഗശാലയുടെ വിശദീകരണം. റാഫേലെ ഇസ്രായേൽ ആക്രമണത്തിൽ സഖ്യരാഷ്ട്രമായ US കടുത്ത അതൃപ്തി പരസ്യമാക്കി. റാഫേലെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കാനായി ഇസ്രായേലിന് ആയുധം നൽകുന്നില്ലെന്ന US പ്രസിഡന്റ് ജോ ബൈഡൻ. ബോംബുകൾ നൽകുന്നത് നിർത്തിവെച്ചതിന് പിന്നാലെയാണ് ആയുധ സഹായം കാര്യമായി വെട്ടിക്കുറയ്ക്കാൻ US തീരുമാനം. എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ പോലീസ് ആളുമാറി വെടിവെച്ചു കൊന്നതായി പരാതി. റോജർ ഫോർസൺ എന്ന 23-കാരനാണ് കൊല്ലപ്പെട്ടത്. സംഭവം അമേരിക്കയിലെ ഫ്ലോറിഡയിൽ. ഇന്ത്യൻ വംശജനും ശതകോടീശ്വരനുമായ വിവേക് രാമസ്വാമിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി അമേരിക്കൻ എഴുത്തുകാരി ആൻ കൗൾട്ടർ. വിവേക് രാമസ്വാമി പറഞ്ഞ പല കാര്യങ്ങളും താൻ അംഗീകരിക്കുന്നുണ്ടെന്നും എന്നാൽ അദ്ദേഹം ഇന്ത്യക്കാരനായതിനാൽ വിവേക് രാമസ്വാമിക്ക് വോട്ട് ചെയ്യില്ലെന്നുമായിരുന്നു ആൻ കൗൾട്ടറുടെ പരാമർശം. സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിൽ RSF നടത്തിയ വംശഹത്യയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. രക്ഷിതാക്കളിൽ നിന്ന് തട്ടിയെടുത്ത കുട്ടികളെ കൂട്ടിയിട്ട് വെടിവെച്ചു കൊന്നതായി റിപ്പോർട്ട്. എമിഗ്രേഷൻ നടപടി നേരിടാൻ വിസമ്മതിച്ചു. ഇന്ത്യക്കാരടക്കം 253 പേരടങ്ങുന്ന വിമാനം തിരികെ അയച്ച ജമൈക്ക. യാത്രക്കാരിൽ ഗുജറാത്തിൽ നിന്നുള്ള 75 പേരടക്കം ഇന്ത്യക്കാരുണ്ടെന്നാണ് റിപ്പോർട്ട്. കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കുവൈത്ത് 14-ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. അബ്ബാസിയ സെൻട്രൽ സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മാമുക്കോയ നഗറിൽ വെച്ചാണ് കോഴിക്കോട് ഫെസ്റ്റ് 2024 എന്ന പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടികൾ അൽമുല്ല എക്സ്ചേഞ്ച് കമ്പനി ജനറൽ മാനേജർ ഫിലിപ്പ് കോശി ഉദ്ഘാടനം ചെയ്തു. വിവിധതരം മാമ്പഴങ്ങളും മാമ്പഴ വിഭവങ്ങളുമായി ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ മാമ്പഴോത്സവം ആരംഭിച്ചു. 14 രാജ്യങ്ങളിൽ നിന്നുള്ള 70-ലധികം വ്യത്യസ്ത ഇനം മാമ്പഴങ്ങളും മാമ്പഴം കൊണ്ടുള്ള നിരവധി വിഭവങ്ങളുമാണ് ലുലു മാമ്പഴോത്സവത്തിൽ ഒരുക്കിയിട്ടുള്ളത്.
ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവും ആടുജീവിതം സിനിമയുടെ സംവിധായകനുമായ ബ്ലസ്സിക്ക് UAE ഗോൾഡൻ വിസ. ദുബായിലെ മുൻനിര സർക്കാർ സേവനദാതാക്കളായ ECH ഡിജിറ്റൽ ആസ്ഥാനത്തെത്തി CEO ഇക്ബാൽ മാർക്കോണിയിൽ നിന്നും ബ്ലസ്സി UAEയുടെ 10 വർഷ ഗോൾഡൻ വിസ ഏറ്റുവാങ്ങി. നാട്യാഞ്ജലി UAEയും 1-ാം വാർഷികാഘോഷം അജ്മാൻ അൽതല ഹാബിറ്ററ്റ് സ്കൂളിൽ വെച്ച് നടന്നു. മുദ്ര 2024 എന്ന പരിപാടി ഇന്ത്യൻ പീപ്പിൾ ഫോറം നാഷണൽ വൈസ് പ്രസിഡന്റും നർത്തകിയുമായ ശില്പ നായർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും LDFും UDFും തമ്മിലാണ് മത്സരം നടന്നതെന്ന KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു. ദമാമിൽ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു പഴകുളം മധുവിന്റെ പ്രതികരണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 6 പതിറ്റാണ്ടിലേറെ ന്യൂനപക്ഷ അവകാശങ്ങൾക്കും ജനാധിപത്യ സംരക്ഷണത്തിനും വേണ്ടി നിരന്തരം പോരാടിയ മതനിരപേക്ഷ പോരാളിയായിരുന്നു ഇബ്രാഹിം സുലൈമാൻ സേട്ട് എന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. ഖത്തറിൽ IMCC GCC കമ്മിറ്റി ഓൺലൈനിൽ സംഘടിപ്പിച്ച ഇബ്രാഹിം സുലൈമാൻ സേട്ട് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുബായിൽ വിനോദസഞ്ചാര മേഖലയിൽ വൻ കുതിപ്പ്. 2024 ആദ്യപാദത്തിൽ 5.18 ദശലക്ഷം വിദേശ സന്ദർശകർ ഒന്നിലധികം ദിവസത്തെ സന്ദർശനത്തിനായി ദുബായിലെത്തിയതായി കണക്കുകൾ. 2024 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് ഇത്. അൽതാഫ് സലീം, അനാർക്കലി മരക്കാർ എന്നിവർ ദമ്പതികളായെത്തുന്ന മന്ദാകിനിയിലെ വട്ടെപ്പം എന്ന ഗാനം പുറത്തിറങ്ങി. റാപ്പറും ഗാനരചയിതാവുമായ മുഹമ്മദ് ഫാസിലാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. സൗഹൃദത്തിന്റെ വിജയം 5 ആഴ്ചകൾ പിന്നിട്ട വർഷങ്ങൾക്ക് ശേഷം സന്തോഷം പങ്കുവെച്ച നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യം. ഇന്നത്തെ കാലത്ത് ഒരു സിനിമ 5 ആഴ്ചകൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നത് നിസ്സാര കാര്യമല്ലെന്ന സംവിധായകൻ. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ മെയ് 16 തിയേറ്ററുകളിലേക്ക്. ട്രെൻഡിംഗ് ആയി പുതിയ ട്രെയിലർ. അനഘ, വിൻസി, റോഷൻ, ഗായത്രി, കനി, കുസൃതി എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങൾ. ധനുഷ് ചിത്രം രായനിലെ അടങ്കാത അസുരൻ ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോ പുറത്ത്. രായനി ചിത്രത്തിൽ ധനുഷ് നായകനായും സംവിധായകനായും എത്തുന്നുണ്ട്. സംവിധായകൻ വിഷ്ണു മജുവിന്റെ പുരാണ ചിത്രം കണ്ണപ്പയിലെ പ്രഭാസ് ജോയിൻ ചെയ്തു. ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങളായ അക്ഷയ് കുമാർ, മോഹൻലാൽ, ശരത് കുമാർ, മോഹൻ ബാബു തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. പി ന്യൂസ് പൂർണ്ണമാകുന്നു.